പാനൂർ മുളിയാത്തോട് ബോംബ് നിർമ്മാണത്തിന് പിന്നിൽ രാഷ്ട്രീയാക്രമണത്തിനായുള്ള മുന്നൊരുക്കം തന്നെയെന്ന വിലയിരുത്തലുമായി അന്വേഷണ സംഘം. CPM പ്രവർത്തകരായ 10 അംഗ സംഘം ബോംബ് നിർമ്മിച്ചത് മീത്തലെ കുന്നോത്തുപറമ്പിൽ BJPക്കെതിരെ പ്രതിരോധം തീർക്കാനാണെന്ന് നിർണായക മൊഴി ലഭിച്ചതായാണ് വിവരം. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ R. അജിത് കുമാർ, കൂത്തുപറമ്പ് ACP KV വേണുഗോപാൽ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് സ്ഫോടന കേസിൽ വഴിത്തിരിവുണ്ടാകുന്ന മൊഴി ലഭിച്ചത്. കഴിഞ്ഞ മാസം കുയിമ്പിൽ ക്ഷേത്ര പരിസരത്ത് വെച്ച് BJP പ്രവർത്തകനായ പൂക്കോത്തെ ആദിത്യന് നേരെ CPM പ്രവർത്തകർ ആക്രമണം നടത്തിയിരുന്നു. ഇതിന് പ്രതികാരമെന്നോണം CPM പ്രവർത്തകരായ അതുൽ, സായൂജ് എന്നിവരുടെ വീടുകൾക്ക് നേരെയും ബൈക്കിന് നേരെയും BJP പ്രവർത്തകർ ആക്രമണം നടത്തി. ഈ സംഭവത്തിന് ശേഷം സായൂജിന്റെ വീട് പരിസരത്ത് മുഖം മൂടി സംഘം വന്നതായും ആരോപണമുണ്ട്. തനിക്ക് നേരെ ആക്രമണമുണ്ടാകുമെന്ന ഭീതിയിലായിരുന്നു സായൂജ്. തന്റെ ബൈക്ക് തർക്കത്തിലും സഹപ്രവർത്തകൻ അതുലിന്റെ വീട് ആക്രമിച്ചതിലും പ്രതികളായ 5 അംഗ RSS പ്രവർത്തകർ കേസിൽ റിമാൻഡ് കഴിഞ്ഞ് വന്നതിന് ശേഷം അവർക്കെതിരെ ആക്രമണം നടത്താനും പദ്ധതി ആസൂത്രണം ചെയ്തിരുന്നു. ഇതിനായാണ് ബോംബ് നിർമ്മാണത്തിനായി മുളിയാത്തോടിലെ സ്ഫോടനത്തിൽ ഗുരുതര പരിക്കേറ്റ വിനീഷിനെ സമീപിക്കുന്നത്. മീത്തലെ കുന്നോത്തുപറമ്പിലെ പ്രാദേശിക DYFI നേതാവ് അമൽ ബാബു, സായൂജ്, അതുൽ എന്നിവരാണ് ബോംബ് നിർമ്മാണത്തിന് ആസൂത്രണം ചെയ്യുന്നത്. ഇവർ 3 പേരെയും അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശം ലഭിച്ചത് പ്രകാരമാണ് അമൽ ബാബു ബോംബ് നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരം. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന വിനീഷ് മീത്തലെ കുന്നോത്തുപറമ്പിൽ സ്ഫോടനം നടക്കുന്ന തലേന്നാൾ വരെ രാത്രിയിൽ തമ്പടിച്ചതായും പറയുന്നുണ്ട്. ഇതിനു പുറമെ കോൺഗ്രസ് പ്രവർത്തകരുമായും മീത്തലെ കുന്നോത്തുപറമ്പിൽ രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകളിൽ റീത്ത് വെക്കുകയും സാംസ്കാരിക കേന്ദ്രത്തിന് നേരെ ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നിൽ CPM പ്രവർത്തകരാണെന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നു. പാനൂർ, കൊളവല്ലൂർ പോലീസ് സ്റ്റേഷൻ അതിർത്തി പങ്കിടുന്ന പ്രദേശമാണിത്. ബോംബ് നിർമ്മാണത്തിന്റെ മറ്റു വിവരങ്ങൾ ലഭിക്കാൻ പരിക്കേറ്റവരുടെ മൊഴി കൂടി എടുക്കേണ്ടതുണ്ട്. ഇരു കൈപ്പത്തിയും നഷ്ടപ്പെട്ട വിനീഷ് കോഴിക്കോട് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. സ്ഫോടനത്തിൽ കാട്ടിന്റെ ഷെറിൻ മരിക്കുകയും 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കൂത്തുപറമ്പ് ACP KV വേണുഗോപാലിന്റെ നേതൃത്വത്തിലാണ് സ്ഫോടന കേസ് അന്വേഷിക്കുന്നത്. നിലവിൽ DYFI നേതാവ് അമൽ ബാബു അടക്കം 5 പേർ കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. ഇതോടെ കേസന്വേഷണം അന്തിമഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. പരിക്കേറ്റ 3 പേരെ കൂടാതെ 6 പേരാണ് ഇതുവരെ അറസ്റ്റിലായത്. ഈ കേസിൽ ഒളിവിലുള്ള 2 പേർക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ആർക്കുവേണ്ടിയാണ് ബോംബ് നിർമ്മിച്ചതെന്ന നിർണായക വിവരം തേടിയാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഒളിവിലുള്ള പ്രതികളെ പിടികൂടാനായാൽ ഇക്കാര്യം വ്യക്തമാകുമെന്നാണ് പോലീസ് പറയുന്നത്. ഒളിവിലുള്ള പ്രതികൾക്കായുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ബോംബ് നിർമ്മിക്കാൻ മുൻകൈയെടുത്ത ഷിജാൽ, അക്ഷയ് എന്നിവരെയാണ് കണ്ടെത്താനുള്ളത്. ഷിജാലിനെ പിടികൂടിയാൽ ബോംബ് നിർമ്മിച്ചതിന്റെ യഥാർത്ഥ ലക്ഷ്യം പുറത്തുവരുമെന്ന കണക്കുകൂട്ടലിലാണ് പോലീസ്.